നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാന്റെ അണ്ണാക്കിൽ പൊട്ടിച്ച് അവന്മാരുടെ അടിയന്തരത്തിന് നേരം കുറിച്ച് ഇന്ത്യ കാത്തിരിക്കുമ്പോൾ പാക്കിന്റെ തലയെടുക്കാൻ ഇറങ്ങി ബലൂജ് ലിബറേഷൻ ആർമിയും അതിന്റെ കൂടെ ഇടുത്തി പോലെ തൊട്ടയൽവക്കത്ത് നിന്ന് താലിബാനും ഇറങ്ങി. ഇന്ത്യ പേടിയിൽ പാക് പട്ടാളം കൂട്ടരാജിവെച്ച് ഓടുകയാണ്. ശത്രുക്കൾ ഇരച്ചു കയറുന്നത് തടയാൻ പോലും സൈന്യം ഇല്ലാത്ത ഗതികേടിലേക്ക് പാക് ഭരണകൂടം. BLA ആക്രമണത്തിനൊരുങ്ങുന്നുവെന്ന് പാക് ഇന്റലിജൻസ് റിപ്പോർട്ട്. സൈനിക മേധാവി അസിം മുനീറിന്റെ നെഞ്ചത്തേക്കുള്ള അടി. എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിച്ചുകൊള്ളാൻ പറഞ്ഞ് കൈയൊഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നവാസ് ഷെരീഫും. ഒരു വശത്ത് ഇന്ത്യ ആക്രമിക്കുമെന്ന ഭീതി, മറുവശത്ത് ബലൂജ് ലിബറേഷൻ പേടി. കരഞ്ഞ് നിലവിളിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളം. ആട്ടയും അരിയും കൊടുക്കുന്ന ഇന്ത്യയോടുള്ള കൂറ് കാണിക്കുകയാണ് താലിബാൻ എന്നും അസിം മുനീർ മോങ്ങലോട് മോങ്ങൽ. പാകിസ്ഥാൻ സേനയ്ക്ക് 3 നിന്നാണ് അടി ഒരേ സമയത്ത് കിട്ടാൻ പോകുന്നത്. തിരിച്ചടിക്ക് കര, നാവിക, വ്യോമസേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാത്തിരിക്കുകയാണ്. അതിന്റെ കൂടെ താലിബാൻ സേന അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി ചില പാകിസ്ഥാൻ പോസ്റ്റുകൾ പിടിച്ചെടുത്ത് മുന്നേറുന്നു. അതിന്റെ കൂടെയാണ് പാകിസ്ഥാന്റെ നെഞ്ചു പിളർന്നുകൊണ്ട് രാജ്യത്തിനകത്ത് തന്നെ BLAയും പാക് സേനയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ശക്തരാകുന്നത്. ഭീകരവാദം വളർത്തിയ പാക്കിനെ അതേ ഭീകരവാദം വിഴുങ്ങുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്താൻ പിന്നിൽ നാറിയ കളിയെല്ലാം കളിച്ചത് പാകിസ്ഥാനാണ്. താലിബാനെ ഇന്ത്യക്കെതിരെ തിരിച്ച് കശ്മീർ പിടിക്കാൻ ഒപ്പം കൂട്ടാനായിരുന്നു പ്ലാൻ. എന്നാൽ അധികാരം കിട്ടിയ താലിബാൻ പാക്കിനെ തള്ളി ഇന്ത്യക്ക് ജയ് വിളിച്ചു. പട്ടിണിയിലായ അഫ്ഗാൻ ജനതയ്ക്ക് ഇന്ത്യ വലിയ സഹായങ്ങളാണ് ചെയ്യുന്നത്. ആട്ടയും അരിയും മുടങ്ങാതിരിക്കാൻ താലിബാൻ കളം മാറ്റി ചവിട്ടി. ഇന്ത്യ പാകിസ്ഥാനെ കയറി ആക്രമിക്കുന്ന അവസരം മുന്നിൽ കണ്ട് പാക് പട്ടാളത്തെ അടിച്ചു നിരപ്പാക്കാനാണ് ബലൂജ് ലിബറേഷൻ ആർമി തയ്യാറെടുക്കുന്നത്. ഒരവസരമായി ഇതിനെ മുതലെടുക്കാനാണ് BLA ശ്രമിക്കുന്നത്. ആഭ്യന്തര കലഹം എപ്പോൾ വേണമെങ്കിലും ഉടലെടുക്കാം എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ബലൂജ് വിമത സംഘം പാകിസ്ഥാൻ എന്നും തലയ്ക്ക് മുകളിൽ വാളാണ്. മാത്രമല്ല, ഈ സംഘത്തിന് ഇന്ത്യയോടുള്ള കൂറ് പാക് ഭരണകൂടത്തിന് തിരിച്ചടിയുമാണ്. നിസാരക്കാരല്ല ബലൂജ് സംഘം. പാക് പട്ടാളത്തെ പോലും വിറപ്പിക്കുന്ന കൂട്ടരാണ്. പാക് സൈന്യത്തോട് നേർക്കുനേർ ഏറ്റുമുട്ടാൻ പ്രാപ്തമായ സായുധ സംഘം. ആരാണ് ബലൂജ് ലിബറേഷൻ ആർമി? എന്തിനാണ് അവർ സ്വന്തം രാജ്യത്തിനെതിരെ ഇത്തരത്തിൽ പോരാടുന്നത്? പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ മോചനം ആവശ്യപ്പെടുന്ന സംഘടനയാണ് ബലൂജ് ലിബറേഷൻ ആർമി അഥവാ BLA. പാകിസ്ഥാന്റെയും ഇറാന്റെയും അതിർത്തിയിലാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യ. ഇരു രാജ്യങ്ങളിലുമായി 1 കോടിയോളം ബലൂജികൾ ഉണ്ടെന്നാണ് കണക്കുകൾ. പാകിസ്ഥാനിൽ ബലൂജികൾ കൂട്ടത്തോടെ അധിവസിക്കുന്ന പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. മാരി, ബഗ്ദി, മെങ്കൽ ഗോത്രങ്ങളുടെ പിതൃഭൂമി. പാകിസ്ഥാന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ മുന്നിൽ 2 ഉണ്ട് ബലൂചിസ്ഥാൻ. എന്നാൽ ജനസംഖ്യയുടെ 5% മാത്രമാണ് ഇവിടെ ഉള്ളത്. പ്രകൃതിവാതക നിക്ഷേപവും ഇരുമ്പ്, സൾഫർ, ക്രോമൈറ്റ്, കൽക്കരി, മാർബിൾ തുടങ്ങിയ ധാതുക്കളും കൊണ്ട് സമ്പന്നമാണ് ഈ മേഖല. പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലാണ് ബലൂചിസ്ഥാൻ. അതുതന്നെയാണ് പ്രധാന പ്രശ്നവും. മേഖലയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന പാക് സർക്കാർ ബലൂജ് ജനതയെ അവഗണിക്കുകയാണെന്ന ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. BLAയിലൂടെ ഇടയ്ക്കിടെ മുഴങ്ങിക്കേൾക്കുന്നത് അത്തരം പ്രതിഷേധമാണ്. പാകിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായപ്പോൾ തുടങ്ങിവെച്ച പ്രതിരോധങ്ങൾ ശക്തിയാർജിച്ചാണ് BLA ഉരുവം കൊണ്ടതെന്ന് പറയാം. ഇന്ത്യക്കൊപ്പം നിൽക്കാനായിരുന്നു ഒരു വിഭാഗം ബലൂജികളുടെ ആഗ്രഹം. ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാനായിരുന്നു ബ്രിട്ടീഷുകാരുടെ താൽപര്യം. ഇതോടെയാണ് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന പൊതുവികാരം ശക്തിപ്പെടുന്നത്. എന്നാൽ സ്വതന്ത്രമായി നിന്ന നാട്ടുരാജ്യങ്ങളിൽ ചിലത് പാകിസ്ഥാനൊപ്പം ചേരാൻ തയ്യാറായതോടെ ബലൂചിസ്ഥാൻ ഒറ്റപ്പെട്ടു. 1948 സൈനിക നടപടിയിലൂടെ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായി. എന്നിട്ടും 1970 മാത്രമാണ് പ്രവിശ്യ പദവി ലഭിക്കുന്നത്. ഒട്ടും താൽപര്യമില്ലാതിരുന്നിട്ടും പാകിസ്ഥാന്റെ ഭാഗമായി മാറേണ്ടി വന്ന ചരിത്രമാണ് ബലൂചിസ്ഥാന്റേത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാരുടെ ചരിത്രവും അവിടെ ആരംഭിക്കുന്നു. 1958, 59, 1962, 63, 1973, 77 വർഷങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. എല്ലാ കാലത്തും ബലൂജികളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പാക് സർക്കാർ ശക്തമായി അടിച്ചമർത്തി എന്നതാണ് ചരിത്രം. പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെയും
അനുയായികളെയും കൂട്ടമായും പിടിച്ചുകൊണ്ടുപോകുകയും ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. 10,000-ഓളം പേരെങ്കിലും ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു. 1999 പർവേസ് മുഷറഫ് അധികാരത്തിൽ വന്നതിന് പിന്നാലെയും കടുത്ത സൈനിക ഓപ്പറേഷൻ നടത്തിയിരുന്നു. അതിനെയെല്ലാം ചെറുത്ത് ശക്തി പ്രാപിച്ചാണ് 2000 ബലൂജ് ലിബറേഷൻ ആർമി രൂപപ്പെടുന്നത്. പാക് ചൈന ബന്ധത്തെ അങ്ങേയറ്റം എതിർക്കുന്നവരാണ് BLA. ബലൂചിസ്ഥാന്റെ ധാതു സമ്പത്തിൽ കണ്ണുനട്ടാണ് ചൈന പാകിസ്ഥാനുമായി കരാറുകളിൽ ഏർപ്പെടുന്നതെന്ന തിരിച്ചറിവാണ് അതിന് കാരണം. ബലൂജ് മേഖലയിൽ ഇരു രാജ്യങ്ങളും പങ്കാളികളായ സാമ്പത്തിക ഇടനാഴി ഗ്വാദറിൽ ചൈനയുടെ സഹായത്തോടെ നിർമ്മിച്ച സർക്കാർ തുറമുഖം ഉൾപ്പെടെ പദ്ധതികൾക്ക് BLA എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും പങ്കാളികളായ പദ്ധതി പ്രദേശങ്ങളിലും ചൈനീസ് ഉദ്യോഗസ്ഥർക്കും BLAയുടെ ആക്രമണം നിരന്തരം ഏൽക്കേണ്ടി വന്നു. തുറമുഖത്തേക്കുള്ള വാഹനങ്ങൾക്ക് നേരെയും റോഡ് റെയിൽ പാതകളും ആക്രമിക്കപ്പെട്ടു. 2018 കറാച്ചിയിലെ ചൈനീസ് കോൺസുലേറ്റിൽ 4 പേരുടെ മരണത്തിന് കാരണമായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം BLA ഏറ്റെടുത്തിരുന്നു. 2019 പേൾ കോണ്ടിനെന്റൽ ഹോട്ടലിൽ ചൈനീസ് പൗരന്മാരെ ലക്ഷ്യമിട്ടും സംഘം ആക്രമണം നടത്തിയിരുന്നു. 2022 കറാച്ചി സർവകലാശാലയിൽ വനിതാ ചാവേർ 3 ചൈനീസ് അധ്യാപകരെയാണ് കൊലപ്പെടുത്തിയത്. 30 വയസ്സുള്ള സയൻസ് അധ്യാപികയും 2 കുട്ടികളുടെ അമ്മയായ ഷാരി ബലോച്ചായിരുന്നു ആ ചാവേർ. സംഘടനയുടെ ആദ്യത്തെ വനിതാ ചാവേർ കൂടിയായിരുന്നു ഷാരി. ബലൂജ് ജനതയുടെ സ്വയം നിർണയ അവകാശമാണ് BLAയുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിലൂടെ സ്വതന്ത്ര രാജ്യമായി നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാനിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രവിശ്യയിലെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയാണെന്നാണ് BLAയുടെ പ്രധാന ആരോപണം. പാക് സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നത് ബലൂചിസ്ഥാനാണ്. എന്നാൽ അവിടുത്തെ ജനത അരികുവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു. മതിയായ അടിസ്ഥാന സൗകര്യമോ വികസനമോ നാളിതുവരെ സംഭവിച്ചിട്ടില്ല ബലൂജിൽ. പ്രവിശ്യയുടെ സമ്പത്ത് കൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളും പങ്കാളി രാജ്യങ്ങളും സമ്പന്നരായി. എന്നാൽ അതിനെല്ലാം കാരണക്കാരായ ഒരു ജനത കടുത്ത ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. ഗ്വാദറിൽ തുറമുഖം നിർമ്മിച്ചപ്പോഴും ബലൂജികൾക്ക് നേട്ടമൊന്നും ഉണ്ടായില്ല. അവിടെ നിന്നും കൊണ്ടുപോകുന്ന പ്രകൃതിവാതകത്തിന് ന്യായമായ റോയൽറ്റി നൽകാൻ പാക് സർക്കാർ തയ്യാറാകുന്നില്ല എന്നതും BLAയുടെ പോരാട്ടങ്ങൾക്ക് കാരണങ്ങളാണ്. BLAയുടെ പ്രക്ഷോഭങ്ങൾക്കും സായുധ പോരാട്ടങ്ങൾക്കും ജനകീയ പിന്തുണയേറുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. അടിച്ചമർത്തും തോറും വർദ്ധിത വീര്യത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന സംഘടനയായി BLA മാറിയിട്ടുണ്ട്. സൈനിക ആയുധ ശക്തിയിൽ മാത്രമല്ല സാമ്പത്തികമായും സംഘടന ശക്തി പ്രാപിച്ചു വരികയാണ്. രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾ ചൂഴ്ന്നു നിൽക്കുന്ന മണ്ണിൽ BLAയുടെ വിഘടനവാദം കൂടുതൽ ശക്തിപ്പെട്ടാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. പണപ്പെരുപ്പവും വിലവർധനയും രൂക്ഷമായ പാകിസ്ഥാനെ താങ്ങി നിർത്തുന്നത് ചൈനീസ് നിക്ഷേപം മാത്രമാണ്. ബലൂചിസ്ഥാനിൽ കണ്ണുനട്ടാണ് ചൈനയുടെ സഹായ സഹകരണം അത്രയും. അതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് ബലൂചിസ്ഥാൻ മറ്റൊരു ബംഗ്ലാദേശ് ആകുമോ എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. എന്നാൽ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴുതി വീണാൽ അത് പാകിസ്ഥാന്റെ സർവനാശത്തിന്റെ തുടക്കമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമിക്ക് ഒരു അവസരം വീണ് കിട്ടിയിരിക്കുകയാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കും എന്നുള്ള ഒരു ഘട്ടം. അങ്ങനെ വന്നാൽ പാകിസ്ഥാൻ സൈന്യത്തിനൊന്നാകെ ഇന്ത്യയുടെ നേരെ ഒരുമിച്ച് നിൽക്കേണ്ടി വരും. അതായത് ഒന്നിച്ച് നിന്നാൽ പോലും ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. മുഴുവൻ ശക്തിയും പാകിസ്ഥാന് ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കേണ്ടി വരും. ആ ഘട്ടത്തിൽ ബലൂജിൽ നിന്ന് ഒരാക്രമണം ഉണ്ടായാൽ അത് പാക് സൈന്യത്തിന്റെ നട്ടല്ലൊടിക്കും. അവരെ ചവിട്ടി മെതിച്ച് മുന്നേറാൻ ബലൂജി സംഘടനയ്ക്ക് കഴിഞ്ഞാൽ അത് പാകിസ്ഥാന്റെ സർവനാശം തന്നെയായിരിക്കും. ഒരു സംശയവും വേണ്ട.